ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കണം. ഇപ്പോൾ 2 ദിവസമായിട്ട് അടുപ്പിച്ചാണ് ഇറങ്ങി, 2-3 ദിവസമായിട്ട്. അത് എൻ്റെ വീടിൻ്റെ കുറച്ച് മുകളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് സാധനം മേടിക്കാൻ വേണ്ടി 7:30 ആയിട്ടുള്ളൂ. അവിടെ ചെറിയൊരു കട ഉണ്ട്, അതിലേക്ക് സാധനം മേടിക്കാൻ പോയി നമ്മളെ സുഹൃത്തിൻ്റെ അനിയൻ പോവുമായിരുന്നു. അപ്പോൾ അനനെ കണ്ട് ഓടി വീണ് കുറച്ച് പരിക്കുകളൊക്കെ പറ്റി അന്ന് തന്നെ. അപ്പോൾ 2 ആനകളെ തുരത്തിയപ്പോഴത്തേക്കും ഈ മോഴയാന ഇപ്പുറത്തെ കാട്ടിലേക്ക് വന്നു, രാത്രി ഇറങ്ങി. അതുപോലെ തന്നെ മിഞ്ഞാന്ന് രാത്രി ഫുൾ ടൈമും ഒരു 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ 5 മണി ഒരു ആന ഇവിടെ ഉണ്ടായിരുന്നു. ഈ മരണപ്പെട്ട ആറുമുഖേട്ടൻ മരണപ്പെട്ട താഴെ വശത്ത്. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചെന്നെ, അപ്പുറത്തെ ആറുമുഖനെ കണ്ടോ എന്ന് പറഞ്ഞ്. ശരി നോക്കട്ടെ, വീട്ടിൽ ചെന്നിട്ട് വലിയ ഒരാളെ കാണുന്നില്ല. കണ്ടപ്പോൾ എനിക്ക് സംശയമായി. അപ്പോൾ ഇവർ പറഞ്ഞ് മേപ്പാട് കയറ്റിട്ട് ആൾക്കാർ കയറ്റി ഓടി വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് തൊട്ട ആൾക്കാർ പോകേണ്ട ആന വേണ്ടൊന്നും വേണ്ട ജീവ അവിടെ അപ്പുറത്തെ ദിവസത്തെ ഒരു ആന ഇവിടെ ഉണ്ടായി. അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പിടി എന്തായാലും ഇവിടെ പോയി. അപ്പോൾ കുറേ ലൈറ്റെല്ലാം കാണുന്നുണ്ട്, തെരഞ്ഞു വരികയാണ്. ഞാൻ കണ്ടു. പിന്നെ അവരെ വിളിച്ച് കുറേ മാറിയിട്ട് താഴെ റോഡ് കറക്കിയിട്ട് അങ്ങോട്ട് ഇട്ടത് ചോറയെല്ലാം കണ്ടപ്പോൾ. പരിക്കൊക്കെ വലിയ പരിക്കായിരുന്നു. കാലൊന്നും ഉണ്ടാകുന്നുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മേപ്പാടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ച ആ ഒരു ആറുമുഖൻ എന്ന് പറയുന്ന ആ ഒരു വയോധികനെ അതിക്രൂരമായി കാട്ടാന കൊലപ്പെടുത്തിയ ആ ഒരു പ്രദേശത്തിനോട് ചേർന്ന് ഉള്ള ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ കുറേ ദൂരം മുകളിലേക്ക് കോൺക്രീറ്റ് റോഡും പിന്നീട് അങ്ങോട്ട് ഓഫ് റോഡും ഒക്കെ കയറിയാണ് നമ്മൾ ആ ഒരു കോളനിയിലെത്തിയത്. ആ പോയ വഴിയൊക്കെ നമ്മളന്ന് കണ്ടതാണ്. അന്ന് ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ ആറുമുഖൻ ചേട്ടനെ ആന കൊലപ്പെടുത്തിയ ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുമാത്രമല്ല, നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്ന ആ ഒരു വിഷ്വൽസും നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിരുന്നു. അത് മാത്രമല്ല, ആ പ്രദേശത്തുള്ള ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ അവരുടെ ആകുലതകളും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിലൂടെ കേട്ടതാണ്. അന്നത്തെ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണ് കുംക്കിയാനകളെ കൊണ്ടുവരുന്ന ഒരു രംഗങ്ങളൊക്കെ. അന്ന് കുംക്കിയാനകളെ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു രംഗമായിരുന്നു നമ്മളന്ന് വൈകിട്ട് ഒരു 5:45 ആ സമയത്തായപ്പോൾ കണ്ടത്. അതിനുശേഷം അന്നത്തെ ദിവസം ദൗത്യമൊന്നും നടന്നില്ല. ഇന്നലെ, അതായത് ശനിയാഴ്ച, ഈ ഒരു പ്രദേശത്ത് അതുപോലെ തന്നെ 10-ാം നമ്പർ എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ഈ ഒരു മോഴയാനയ്ക്ക് വേണ്ടി, അതായത് ആ കൊലയാളി മോഴയാനയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കുംക്കിയാനകളെ ഉപയോഗിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിരുന്നു. അതിൻ്റെ തലേദിവസം, അതായത് നമ്മൾ വന്ന ദിവസം, അതായത് വെള്ളിയാഴ്ച, അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ആ മോഴയാന പിന്നെയും വീണ്ടും വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. ആ ആന വന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ചവിട്ടടികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആന ഈ പ്രദേശത്ത് വന്നു, ഇവിടെ നേരെ താഴേക്കൊക്കെ പോയി. അതിനുശേഷം രാത്രി ഫോറസ്റ്റുകാർ അതറിഞ്ഞതിന് ശേഷം അവർ വന്ന് ആനയെ തുരത്താനായിട്ട് നോക്കി. ആന പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ കുംക്കിയാനകളെ ഉപയോഗിച്ച് ആനയെ തുരത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇന്നലെ ആനയെ കാട് കയറ്റി എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു. പക്ഷേ MLAയും മറ്റ് ആളുകളും ഒക്കെ ഈ പ്രദേശത്ത് എത്തിയതിൻ്റെ ആ ഒരു ഇതിൻ്റെ വെളിച്ചത്തിൽ കാട്ടാനയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു കൊലയാളി മോഴയാനയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും അല്ലെങ്കിൽ ആനയെ തുരത്താനായിട്ടുള്ള ശ്രമം ഇനിയും തുടരും എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവരം. ഏതായാലും ഞാൻ ഇന്നുള്ളത് ഞായറാഴ്ചയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ആ പ്രദേശത്ത് വീണ്ടും കാട്ടാന വന്ന ആ ഒരു സ്ഥലം ഞാൻ കാണിച്ചുതരാം. അതിനുശേഷം നമ്മൾ കുംക്കിയാനകൾ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് പോകും. എന്താണ് ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ്സ് എന്ന് നമുക്കൊന്ന് അറിയാനായിട്ട് ശ്രമിക്കാം. നമ്മൾ അന്നത്തെ വീഡിയോയിൽ കണ്ട നമ്മളന്ന് നടന്നു പോയ ആ ഒരു റോഡാണിത്. നമുക്കന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടിയിരുന്നു. ഈ ഒരു ഭാഗത്ത് എത്തിയതിന് ശേഷം ഇതാണ്ടോ, ഇവിടുന്ന് ഇതിനപ്പുറം മുഴുവൻ ഓഫ് റോഡാണ്. കുറേ അധികം ദൂരം പോകാനുണ്ട്. അന്ന് നമ്മൾ കുറേ ദൂരം ഈ ഒരു വഴിയെ പോയി നമ്മൾ മടുത്ത് പോയതാണ്. ഏതായാലും അന്ന് അദ്ദേഹത്തിൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ കാട്ടാന, അതായത് ആ കൊലയാളി മോഴയാന വീണ്ടും വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ഇറങ്ങിപ്പോയ ഒരു വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. നിങ്ങൾക്കിതിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ ഇതിൻ്റെ മനസ്സിലാവും. വലിയ കാൽപ്പാട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ കാൽപ്പാടുകൾ തന്നെയാണ്. ഇതുണ്ടോ, ഇതിലെങ്ങനെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറേണ്ടി വരും. നമുക്ക് ഇതിൽ കാണുന്ന പോലെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ
ഇടയിലൂടെ തന്നെയാണ് ആ ഒരു കാട്ടാന വന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണാം, മുകളിലായിട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ കാണാം. അവിടെ നിന്നാണ് ആന ഇങ്ങോട്ട് വരുന്നത്. ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെ ഈ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഫെൻസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഓപ്പണായിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്കൊക്കെ യഥേഷ്ടം ഇങ്ങോട്ട് വരാനായിട്ടും സാധിക്കും. അതാണ് ഇത്തരം കാട്ടാന ശല്യവും ഒക്കെ ഈ പ്രദേശത്ത് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം. ആ ചേട്ടനെ കാട്ടാനെ ആക്രമിച്ച ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ഒരു കിലോമീറ്ററും കൂടെ ഇനി നമ്മൾ ഈ ഓഫ് റോഡ് ഒക്കെ താണ്ടി പോകേണ്ടിയിരിക്കുന്നു. ഒരു വല്ലാത്തൊരു വഴി തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശത്താണ് അതേ ദിവസം അദ്ദേഹത്തെ അടക്കം ചെയ്ത ആ ഒരു ദിവസം ഇറങ്ങിയത്. അത് ഇറങ്ങിപ്പോയ ഒരു വഴിയാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതായാലും ഈ ഭാഗത്തുനിന്ന് കാട്ടാന ഇറങ്ങി വന്ന് ഇതിലെ ഇങ്ങനെ വന്നിട്ട് നേരെ ഈ ഒരു സൈഡിലേക്കാണ് ആന ഇറങ്ങിയിരിക്കുന്നത്. നമുക്കിവിടെയൊക്കെ ചവിട്ടുപാടുകളും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു ഭാഗത്തു നിന്ന് ഇറങ്ങിയ കാട്ടാന ഇതിലിങ്ങനെ ഈ ഒരു വഴി താഴേക്കാണ് പോയിരിക്കുന്നത്. എത്ര ദൂരം പോയി എന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും അങ്ങോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. തികഞ്ഞ ജനവാസ മേഖലയാണ് കേട്ടോ. നമുക്കിവിടെ കാണാം ദൃശ്യങ്ങളിൽ ഇതുപോലെ മുകളിലെ കോളനിയിലേക്കുള്ള ആളുകളാണത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? രാമലിംഗം. ഇവിടെ പുളക്കൊന്ന് ആറുമണി തൊട്ടടുത്ത് ആണല്ലേ. ചേട്ടാ ഇവിടെ ഈ ഭാഗത്ത് അന്ന് രാത്രി തന്നെ പിന്നെ 9 മണിക്ക് പിന്നെ വന്നിരുന്നു. ഇവിടെ ഫോറസ്റ്റുകാർ അവർ ഓടിപ്പോയി. പിന്നെ ഇതിലെ പോയി നല്ല താഴോട്ട് ഇറങ്ങിപ്പോയി. 9 മണിക്ക് തിരിച്ചു വന്നത്. കാറ് കാണിച്ചു കൊടുക്കാം. അന്ന് രാത്രി തന്നെ അല്ലേ? ഞാൻ കണ്ടു. സംഭവം ഇതാണ് സംഭവം. ഇറങ്ങി വന്നതാ. അതെ അതെ, കണ്ടില്ലേ? വലിയ ആന അല്ലേ? വലിയ ആന. ഇതാണ് മൂപ്പര് അടിച്ചിട്ട്. ഞാൻ 10 മിനിറ്റ് മൂപ്പര് പോയി, 10 മിനിറ്റ് ബാക്കില്ല. എല്ലാം മുന്നിൽ പോയി. ഇവിടെ കഴിച്ചലായി. ഓക്കെ. പിന്നെ ഈ പ്രദേശം ഇങ്ങനെ കാട്ടാനയുടെ ശല്യം ഭയങ്കര. ഇപ്പം 4 മാസം ഇവിടെ ഇപ്പം ശല്യമൊന്നുമില്ല. ഇപ്പം ഈ 2 ആഴ്ച ഇങ്ങനെ അടിക്കുന്നത്. ഞങ്ങൾ രാത്രി മുമ്പേ പോക്കില്ല. കണ്ടാളൂ 6 മണി ഞാനും കൂടെ ഒരുമിച്ച് റോഡിൽ കൂടെ പോക്ക്. നിങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ആളാണ്. നമ്മൾ അമ്പലം വില്ലേജ് പണിയെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ അന്ന് ചോദിക്കാൻ പറഞ്ഞു, ഇത് അന്ന് രാത്രി കറക്റ്റായിട്ട് ആരാ ആദ്യം ഈ സംഭവം? ആരും ഞങ്ങൾ തന്നെ. ഞാൻ അമ്പലം വില്ലേജിനെ കുറച്ച് പണി അവിടെ ചെയ്തു കൊടുക്കും. ചെയ്തപ്പോൾ ഞങ്ങളുടെ തന്നെ അമ്പലം പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ 7:00 പണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞ് വരുന്നു. അപ്പോൾ ആരും പോകണ്ടെന്ന് പറഞ്ഞു. സഞ്ചാരം പിടിച്ചിട്ട് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പുറത്തോട്ട് മറയെല്ലാം കുളിക്കുന്നുണ്ട്. അവിടെ കുളി കഴിഞ്ഞിട്ട് മറയെല്ലാം കുളിക്കുന്നത് കണ്ടിട്ട് പിന്നെ അപ്പുറത്തെ വെച്ചു. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചു തന്നെ, അപ്പുറത്തെ ആറുമേനെ കണ്ടോ എന്ന് പറഞ്ഞു. ശരി നോക്കട്ടെ. വീട്ടിൽ ചെന്നിട്ട് ബെല്ലടി തൊട്ടപ്പുറത്ത് അപ്പുറത്താ വീട്. എന്നിട്ട് കണ്ടിട്ട് ബെല്ലടി ആളെ കാണുന്നില്ല. കണ്ടപ്പോൾ എനിക്ക് തമസിയായി. അപ്പോൾ ഇവർ പറഞ്ഞ് മേപ്പാണ് കയറ്റിട്ട് ആൾക്കാർ കയറ്റി ഓടി വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് തൊട്ട ആൾക്കാർ പോകേണ്ട ആന വേണ്ടൊന്നും വേണ്ട ചെയ്യും. അവിടെ അപ്പുറത്തെ ദിവസത്തെ ഒരു ആന ഇവിടെ ഉണ്ടായി. കണ്ടപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പിടി എന്തായാലും ഇവിടെ പോയി. അപ്പോൾ കുറേ ലൈറ്റെല്ലാം കാണുന്നുണ്ട്. ഇവിടെ തെരഞ്ഞു വരികയാണ്. പിന്നെ പോലീസിനെ താശാല വിളിച്ച് ഉദ്യോഗസ്ഥരെ വിളിച്ച് അവർ പെട്ടെന്ന് അവർ വന്ന് പിന്നെ അങ്ങനെ അറിഞ്ഞു. പിന്നെ നമുക്ക് ആന ഇടിച്ച് തുമ്പിക്കല വണ്ടി വലിച്ചിട്ട് പച്ചക്കറിൻ്റെ കുറച്ച് വാഴപ്പായ ആ സ്ഥലത്താണ് നടന്നതെന്ന് കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അത് ഇത് കണ്ടപ്പോൾ ചാച്ചിയുടെ അവിടെ ബോഡി ചെരുപ്പുണ്ട്. അവിടെ ചെരുപ്പ് കണ്ടിട്ട് കയറിപ്പോണ് വൈക്കായിരുന്നു. ഞാൻ കണ്ടേ പിന്നെ അവിടുത്തെ വിളിച്ച് മാറിയിട്ട് താഴെ റോഡ് കറക്കിയിട്ട് ഇട്ടതാ. ചോറയെല്ലാം കണ്ടപ്പോൾ വലിയ പരിക്കായിരുന്നു. കാലൊന്നും ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ വണ്ടിയിൽ ഇവിടുന്ന് ഇതോട്ട് അതൊരു കംപ്ലീറ്റ് വണ്ടികളായിരുന്നു. ഞാൻ കൊടുക്കണ്ടേ? നിങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു? 19 കൊല്ലായി ഇവിടെ. മക്കളെ കെട്ടിച്ചാൽ ആ സമയം മുതലേ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കുഴപ്പമില്ല. ഇവിടെ തന്നെ വീട് സെറ്റ്. എപ്പോഴാണ് ഇങ്ങനെ ആനപ്രശ്നം കൂടിയത്? അതിനെപ്പറ്റി ഒരു 4 മാസമായി. ജനുവരി കഴിഞ്ഞ 4 പറഞ്ഞു. ഈ ആ കുന്ന് അവിടെ നാട്ടിൽ ഇങ്ങോട്ട് ഇവിടെ നട്ട് അങ്ങോട്ട് ഇവിടെ നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് വരും. ഇവിടെ 10-15 കുടുംബമുണ്ട്. ഇവിടെ 2 കുടുംബം ടേബിളും ഞങ്ങൾ 2 കുടുംബം. ഇപ്പം ഈ കുങ്കിയാനകളെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. DP പറഞ്ഞിരിക്കണേ റോഡ് നന്നാക്കി തരാം, എന്നിട്ട് 10 ലക്ഷം കൊടുക്കുക. പിന്നെ എല്ലാം പറയുമ്പോൾ ചെയ്യാന്നുള്ള ഉറപ്പായിട്ട് ബോഡി എടുത്തില്ല, എടുക്കൂല ഞങ്ങൾ. അപ്പോൾ ഈ ഇന്നലത്തെ എന്തായിരുന്നു ഇവർ ആനേനെ ഈ കറക്റ്റ് ആനയെ മനസ്സിലായോ? അവർക്ക് മനസ്സിലായി. അവർക്കെല്ലാം പെട്ടെന്നില്ല. അവർക്ക് ഇത് ഫോട്ടോ എടുക്കുമല്ലോ. ഈ ഫോട്ടോ എടുത്ത് അവർക്ക് മറ്റന്നാളാന്ന് മനസ്സിലായി. കാൽപ്പാട് വെച്ച് കണ്ടുപിടിക്കുക. ഒരു പേപ്പർ പിടിച്ചിട്ട് ഒരു പേപ്പർ ഇടും. മോഴയാന തന്നെയല്ലേ സംഭവം? തന്നെ പേപ്പർ ഇട്ട ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ അച്ചിങ്ങനെ പിടിച്ചെടുക്കും.
ക്യാമ്പിൽ പതിക്കും. ഇപ്പൊ ഏത് ഭാഗത്തായിട്ടാണ് ഈ കാട്ടാന? ഈ ഭാഗത്ത് പോയി എൺപേര് പോയി കാട്ടിൽ പോയിട്ടുണ്ടോ, വനത്തിൽ പോയിട്ടുണ്ടോ, മറ്റേ ഇടക്കാട്ടിൽ പോയിട്ടുണ്ടോ. അവിടെ കഴിഞ്ഞിട്ട് നല്ല രാത്രി ഇവിടെ ഇറങ്ങും. 2 വൈകി ഷോട്ട് വഴി ഉണ്ട് നേരെ കൂടെ, വീടിന്റെ മേലെ കൂടെ 2 ഷോട്ട് കൂടെ വരും. 4 മാസം ശല്യമൊന്നുമില്ല. ഇപ്പം എന്താണല്ലോ ഇപ്പം 2 ദിവസമായിട്ട് ഇങ്ങനെ സംഭവം നടക്കണേ. 50 കൊല്ലം നമ്മളിവിടെ താമസിക്കുന്നുണ്ട്. 50 മേലെ എനിക്ക് 41 കൊല്ലം മുന്നേ ഈ സമയത്ത് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷം അച്ഛൻ അങ്ങനെ ആരെങ്ങനെ വരിക. മിങ്ങാന്നിട്ട് ചെന്നൈക്കൾ 3 എൻ്റെ പിന്നാലെ ഓടിയിരുന്നു. കല്ലെടുത്ത് അടിച്ച് ഓടിച്ച് പപ്പാരെന്ന് ഓടിച്ചു. പിന്നെ പുലിയുണ്ട്, കണ്ടി ചാടിപ്പാടി വലയല്ല കംപ്ലീറ്റ്. ഇപ്പൊ കുങ്കിയാനകൾ എവിടെയാ? എലമ്പേരി പോയിട്ടുണ്ടാവും. 10 പോയി വാസന പിടിച്ച് അങ്ങോട്ട് പോയി. അവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്ന്. വാസനമാരായ ആരും പറഞ്ഞിട്ടുണ്ടാവും. ഈ 10 ദിവസം ഉണ്ടോ, വേറെ എവിടെയും പോകില്ല. അത് വെള്ളം കുടിക്കാൻ ഇവിടെ വരും. അത് കൃത്യം ഇവിടുന്ന് പോകില്ല. അത് എന്ത് ഇവിടെ കൊണ്ടുപോയി ദുബായി കൊണ്ടു വിട്ടാലും സാധനം ഇവിടെ ഉണ്ടോ, എവിടെയും പോകില്ല. അത് തിരിച്ചു പോയി പോർച്ചാൻ ചേട്ടൻ പറക്കും. പക്ഷേ ഇല പോയാൽ വെച്ചിട്ട് അതിലെ വരും. ഒരു സമയം അപ്പടിപ്പിന്റെ അവിടെ വനത്തിൽ കൊണ്ട് ചക്ക പറിച്ചിട്ട് കയറ്റിട്ട് ആണിന്റെ ഇവിടെ എത്തിക്കണേ. ഞാൻ ഇവിടെ എത്തി ടാറ്റ എന്നിട്ട് ഒറ്റ പോക്കിയില്ല. ഇവിടെ പോയിട്ട് വെള്ളം കുടിക്കും. എത്ര മണിക്ക്? അതൊരു പകൽ തന്നെ. അത് അവിടെ ടൗൺ വരുമ്പോൾ ടൗൺ നാട്ടിൽ ഇവിടെ കൊണ്ടുവിടും. ഇവിടെ നാട്ടിൽ റോട്ടിൽ കൂടെ ചുറ്റി ഈ റോട്ടിൽ കൂടെ വന്നിട്ട് ഇവിടെ വെള്ളം കുടിച്ച് നേരെ പോയിട്ട് ആ കുന്നിൽ കയറും. പകൽ സമയം പിന്നെ ആ 2 ആഴ്ച ആ കുന്നിലുണ്ടാവും. ഇവിടെ പോയി 4 പടക്കം പൊട്ടിക്കും. ഇതിങ്ങനെ കണ്ടിരിക്കും. അതിന് ഇതൊന്നുമില്ല. പിന്നെ അവിടെ ബംഗ്ലാണ്. ബംഗ്ലാ കയറി മുറ്റത്ത് ഇങ്ങനെ കടന്നുറക്കും. പകൽ സമയം ഇറങ്ങാം. പല ഇറക്കും. വൈകിട്ടില്ല, പകലിറക്കും. നമ്മളിവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങളൊക്കെ ഇനിയിപ്പോ ഈ ഇത്രയും ദൂരം നടന്നു പോകണല്ലേ? ഈ റോഡ് നന്നാക്കി തരാന്ന് പറഞ്ഞില്ല? നന്നാക്കി തന്നെ പകുതി പ്രശ്നം തീരൂലേ? നിങ്ങൾക്ക് ഓട്ടോ വിളിച്ച് പോയാൽ മതി. കുറെ വീടുണ്ട്, 10 പേരെ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ വിളിച്ച് പോയാൽ മതി. അതുകൊണ്ട് കിട്ടിക്കാൻ വല്ല സർക്കാർ ചെയ്താണ്. സർക്കാർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ നല്ല നോക്കണ്ടേ. നമ്മളെ പറ്റി എത്ര ജനങ്ങൾ, ആർക്കും ഇങ്ങനെ പറ്റരുത്. വല്ലാത്ത കഷ്ടമായി. പിന്നെ മനുഷ്യന്മാരല്ലേ, നമ്മൾ ജീവിക്കാൻ വേണ്ടി വന്നാണല്ലോ. ആനേനെ ഡൽഹിയിലല്ല, രാമചന്ദ്രനെ കൊണ്ടുപോയി ആന തിരിച്ചോടെ വരും. അതിന് നമ്മൾ ഉറപ്പ് വരും. അത് കണ്ട് പഠിച്ചു പോയി. മയക്കാൻ ഒരു സ്ഥലം കണ്ടിട്ട് അത് പോകാല്ല, അതിനൊരു മനസ്സില്ല. ഇത് ഈ എസ്റ്റേറ്റ് ഏതാ? എസ്റ്റേറ്റ് ചമ്പ്ര എസ്റ്റേറ്റാ, ബഗാബിന്റെ. മോഹൻകുമാർ മരിച്ചുകൊണ്ട് ബഗാബ് ഏറ്റെടുത്തിട്ട് വിൽക്കാനൊന്നും പറ്റൂല. അങ്ങനെ നമ്മളിവിടെ മേപ്പാടി ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ നമ്മളിവിടെ കണ്ട ഒരു കാഴ്ച വിക്രമും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണനും ഈ 2 കുംകിയാനകളെയും ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കാട്ടാനെ തിരയുന്നുണ്ട്. ആ ഒരു മോഴയാനയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. അപ്പം മോഴയാനയെ എവിടെയെങ്കിലും സ്പോട്ട് ചെയ്താൽ ഉടനെ ഇവരെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലിപ്പോൾ അവർ റെസ്റ്റിലാണുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ ഫുൾ ഡ്യൂട്ടിയിലായിരുന്നു ഇവർ.
അച്ഛൻ്റെ പേരെങ്ങനെയായിരുന്നു? വിഷ്ണു. ഇപ്പോഴത്തെ ഈ തെരച്ചിലിനെ പ്രോഗ്രസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ തെരച്ചിൽ പറഞ്ഞാൽ ഇന്നലെ കടൂർ ഭാഗത്ത് ഇവിടെ 10-ാം നമ്പർ എന്ന് പറയും, അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്കും 3 ആനകൾ അവിടെ. അപ്പം ഈ മോഴയാന അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ആനകളെ തുരത്തിയപ്പോഴത്തേക്കും ഈ മോഴയാന ഇപ്പുറത്തെ കാട്ടിലേക്ക് വന്നു, രാത്രി ഇറങ്ങി. അതുപോലെ തന്നെ മിഞ്ഞാന്ന് രാത്രി ഫുൾ ടൈമും ഒരു 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ 5 മണി ഒരു ആന അവിടെ ഉണ്ടായിരുന്നു. ഈ മരണപ്പെട്ട അറുമുഖമായിട്ടും മരണപ്പെട്ടിട്ട് താഴെ വശത്ത്. അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഇന്നലെ ആ വശത്ത് തന്നെ തെരഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ മലയിൽ ഇന്ന് രാവിലെ മുതൽ 8 മണി മുതൽ ഫോറസ്റ്റ് മാറാട്ടിയും പിന്നെ കുറച്ച് നാട്ടുകാരും കൂടി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവിടെ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ തെരച്ചിൽ നടത്തിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നടത്തി കണ്ട് പിടിച്ചാലാണ് കുങ്കിയാനേനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഫോറസ്റ്റ് എങ്ങനെയാണ് മയക്കുവെടി വെച്ച് പിടിക്കുന്നത്? മയക്കുവെടി വെച്ച് പിടിക്കുന്നതാണ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പിടിച്ചിട്ടില്ലെങ്കിൽ മയക്കുവെടി ചില ജനങ്ങൾ ഇവിടെ പ്രക്ഷോഭത്തിലേക്ക് പോകും. റോഡ് ഉപരോധം തുടങ്ങി, ഫോറസ്റ്റ് ഉപരോധം തുടങ്ങി, അത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ. നമുക്ക് ഓർഡർ തന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ബോഡി ഏറ്റുവാങ്ങിയത്. അവിടെ നിന്ന് ബോഡി ഏറ്റുവാങ്ങിയത് ഓർഡർ ഇവിടെ എത്തിയെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോഡി ഏറ്റുവാങ്ങി. ഒരു പ്രതിഷേധത്തിന് ഞങ്ങൾ നിന്നില്ല. നമ്മൾ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളൊരു പ്രതിഷേധത്തിന് നിൽക്കാത്തത്. അഥവാ ഇത് കഴിഞ്ഞത് അവർ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ വലിയൊരു ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകും. ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കണം. ഇപ്പോൾ 2 ദിവസമായിട്ട് അടുപ്പിച്ചാണ് ഇറങ്ങി, 2-3 ദിവസമായിട്ട്. അതെ. അന്നത്തെ മരിച്ചെടുക്കിൻ്റെ അന്നത്തെ ദിവസം തന്നെ മോഴയാൻ ഇറങ്ങിയിട്ട് അത് എൻ്റെ വീടിൻ്റെ കുറച്ച് മുകളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് സാധനം മേടിക്കാൻ വേണ്ടി 7:30 ആയിട്ടുള്ളൂ. അവിടെ ചെറിയൊരു കട ഉണ്ട്, അതിലേക്ക് സാധനം മേടിക്കാൻ പോയി നമ്മളെ സുഹൃത്തിൻ്റെ അനിയൻ പോവായിരുന്നു. അപ്പോൾ അനനെ കണ്ട് ഓടി വീണ് കുറച്ച് പരിക്കുകളൊക്കെ പറ്റി അന്ന് തന്നെ. അവിടെ അങ്ങനെ ഉണ്ട് പരിക്കുകളൊക്കെ പറ്റി. പിന്നെ അങ്ങനെയാണ് RRTന് ഫോറസ്റ്റിന് നമ്മൾ അറിയിക്കണത്. അന്ന് അവർ മോൾ വശത്താണ് തെരഞ്ഞെടുത്ത്, പിന്നെയാണ് അവർ താഴേക്ക് വന്നത്. അപ്പൊ ഇന്നലെ ഇതിനെ കുംകിയാനെ ഉപയോഗിച്ച് കാട് കയറ്റിന്നൊക്കെ ഇങ്ങനെ കേട്ടില്ല. അല്ല, കാട് കയറ്റി ഞങ്ങൾ സമ്മതിക്കൂല. കാട് കയറ്റി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് തിരിച്ചിറങ്ങും. ഇപ്പൊ ഇവിടുന്ന് പോവുകയാണെങ്കിൽ മുണ്ടക്കൈ ഭാഗത്തേക്കാ പോവാ. ഏറി വന്ന ഒരു മുണ്ടക്കൈന്റെ അപ്പുറത്തേക്ക് പിന്നെ അത് കേറില്ല. പിന്നെ അങ്ങോട്ട് കേറില്ല, നേരെ തിരിച്ചത് ഇങ്ങോട്ട് തന്നെ വരും. ഏറി വന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കണക്കൂട്ടി പോലും അതിനുള്ളിൽ പിന്നെയും തിരിച്ചു വരും. നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നല്ലേ? നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ചക്ക ഇതൊക്കെ ആയതുകൊണ്ട് പോണില്ല ഇവിടെ നിന്ന്. ഇപ്പോൾ ആൾക്കാർക്ക് പേടിയായി ചക്കൊക്കെ വെട്ടി കുഴിച്ചു മൂടുകയാണ് വീടുകളിലേക്കും. വല്ലാത്തൊരു സാഹചര്യം തന്നെ, വല്ലാത്തൊരു സാഹചര്യം. നമ്മൾ മിഞ്ഞാന്നൊക്കെ പേടിപ്പെടുത്തുന്ന സാഹചര്യം. ഒരാൾ ഓടി വീഴുക എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് അതും മറ്റേ സംഭവം നടന്നിട്ട് ഒരു ദിവസം ആവണുള്ളൂ. അതേ സമയം തന്നെ പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെയാണ് അതിനുള്ളത്. അതും വലിയ ഇരുട്ടൊന്നും ആയിട്ടില്ല, 7 മണി സമയമൊക്കെ ആയിട്ടുള്ളൂ. അപ്പത്തേക്കും ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാനിപ്പോൾ ആ പ്രദേശത്ത് പോയിരുന്നേ, അപ്പോൾ അവിടെയും ആളുകൾ ആ ഓഫ് റോഡിൽ കൂടെ നടന്ന അങ്ങോട്ട് പോകും. നടന്ന് ഇപ്പോൾ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 13 ലൈറ്റ് അവിടെ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. നബാർഡിൻ്റെ ഇതിൽ ഫണ്ട് വകവരുത്തിയിട്ട് 13 പിന്നെ ലൈറ്റുകൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം പകുതിയോടെ പണി തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്ത് വന്നു. കുംകിയാനെ അല്ലെങ്കിൽ കുംകിയാനകളെ കെട്ടിയിരിക്കുന്ന ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ടു. ഏത് നിമിഷവും അവരൊരു മിഷന് വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിനൊക്കെ ശേഷം അവർ റെസ്റ്റ് എടുക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ചേട്ടൻ വിഷ്ണു ചേട്ടനും അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. ആനയെ അവർ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു സ്പോട്ടിലേക്ക് വരുവാണെങ്കിൽ, അതായത് തെളിഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നാൽ മാത്രമേ അവർക്ക് മയക്കുവെടി വെക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാടിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളോടിപ്പോൾ അവർ സംസാരിച്ചത്. ഏതായാലും അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ആനയെ ആ ഒരു കൊലയാളി മോഴയാനയെ പിടിക്കുമോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുമോ അതെയോ തുരത്തോ എന്നുള്ള കാര്യമൊക്കെ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഏതായാലും അറുമുഖൻ എന്ന് പറയുന്ന ആ ഒരു വയോധികനെ കൊന്ന കൊലയാളി കാട്ടാനയെ എത്രയും പെട്ടെന്ന് പിടികൂടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.